ഹലോ ഗായ്സ്, സൂരജ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിലൊരു മിനി ഗാർഡൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ സഹായിക്കാനും അച്ഛനും എല്ലാവരും ഉണ്ട് കൂടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഗൈസ്, നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് മുളയാണ്. അത് വെട്ടിയെടുക്കാൻ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അച്ഛനെയും കൂട്ടിയാണ് വന്നത്. മുള ഏകദേശം മുറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കയറ് കെട്ടി വലിച്ചെടുക്കണം. ഇതൊരു ഭയങ്കരമായ പണി തന്നെയാണ് ഗായ്സ്, വിചാരിച്ച അത്ര എളുപ്പമല്ല. മുളയുടെ ഇല്ലെല്ലാം കൂടി ഒരു കമ്പയിൽ ചുറ്റി പണിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം ആ കൊമ്പൊന്ന് മുറിച്ച് മാറ്റാൻ വേണ്ടി അച്ഛൻ മരത്തിൽ കയറാണ്. അത് വെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി അതിൻ്റെ ചില്ലകളൊക്കെ വെട്ടി ഒഴിവാക്കണം. നമുക്ക് 2 മുളയാണ് ആവശ്യമുള്ളത്. അത് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇനി നമുക്ക് 3 കാലുകളാണ് ആവശ്യം. അത് അളവെടുത്ത് മുറിച്ചെടുക്കുന്നു. നമുക്ക് ആവശ്യമായ 3 കാലുകൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ കാലുകൾ കുഴിക്കാൻ വേണ്ടിയുള്ള കുഴി കുഴിക്കണം. കാല് നല്ല ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ആഴത്തിലുള്ള കുഴി തന്നെയാണ് എടുത്തത്. ഇനി ഇതാ കാല് കുഴിച്ചിട്ടാണ്. അതിന് ഇളക്കമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കല്ലിട്ട് അമർത്തുന്നത്. അങ്ങനെ ഇതാ ഒന്നിൻ്റെ പണി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തേത് കുഴിച്ചിടാം. അങ്ങനെ ഗൈസ്, നമ്മുടെ 3 കാലുകളിലെ പണി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടുള്ള മുളയൊന്ന് ചീന്തി എടുക്കണം. മുളക ചീന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കെട്ടിയെടുക്കാം. നമ്മൾ ചൂടി കണ്ടാട്ടോ കെട്ടുന്നത്.
ചീന്തുകളൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണിത്. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അതിനു വേണ്ടി പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ടിന്നർ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് പെയിൻ്റ് അടിച്ച് തുടങ്ങിയാലോ. ഇതിന് ഞങ്ങൾ വൈറ്റ് തന്നെ അടിക്കുന്നത്. മറ്റേത് കളറിനേക്കാളും പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഷോ തോന്നിക്കുന്നത് വൈറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പെയിൻറ്റിങ് പരിപാടിയും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ദേ ഇതാണ് റിസൾട്ട്. ഇത് നമുക്ക് മുളയുടെ മുകളിൽ ഹാങ് ചെയ്ത് വെക്കാനുള്ള ബോട്ടിലാണ്. ഇത് ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ ബോട്ടിലാണ് ഗൈസ്. അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് പെയിൻറ്റ് കൊടുത്തതാണ്. ഇതിൽ ഹാങ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഹോൾ ഇടാണ്. അത് കേബിൾ ടൈ ഉപയോഗിച്ചാണ് നമ്മൾ കെട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിനെ കെട്ടിക്കൊടുക്കാം. ആ ബോട്ടിലിൻ്റെ ബാലൻസ് ആയിട്ടുള്ള പാർട്ടാണ് ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് അതിൽ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഞങ്ങളുടെ ഈ കൊച്ചു ഗാർഡൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണം. ഇതിൻ്റെ ബാക്കി വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്.